ഹലോ ഗൈസ്, വലിയ തണുപ്പൊന്നുമില്ല ഇപ്പൊ ഇവിടെ. ഇന്ന് ഞാൻ ഇത്ര നേരം കിടന്നുറങ്ങി, ഒന്നും തിന്നിട്ടൊന്നുമില്ല. ഞാനിപ്പോ ലിഡിൽ പോവാ. സാധനങ്ങളൊന്നും ഇല്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങണം. കാരണം ഒന്നുമില്ല, അടുക്കള കാലിയാണ്. തക്കാളി വാങ്ങണം, സവോള വാങ്ങണം, പറ്റുമെങ്കിൽ ഇന്ന് ചിക്കൻ വാങ്ങണം. ബിക്കോസ് ചിക്കനൊക്കെ തിന്നിട്ട് കുറെ നാളായി. നാട്ടിൽ നിന്ന് എല്ലാവരും മീൻ കൂട്ടാനും അങ്ങനെ ഓരോന്നൊക്കെ തിന്നുന്ന ഫോട്ടോ വീഡിയോ അയക്കുമ്പോൾ കൊതിയാവുന്നു എനിക്ക്. ഞാനിന്ന് സിമ്പിളായിട്ട് ഈ ടോപ്പും ജീൻസും കാലിൽ ഷൂ പോലും ഇട്ടിട്ടില്ല. അവിടെ ലിഡിലിന് അവിടെ തണുപ്പുണ്ടെന്നാ പറഞ്ഞത്. നോക്കാം തണുപ്പിച്ചാവുമെന്ന്. പക്ഷെ ഇപ്പൊ നമുക്ക് സഹിക്കാവുന്ന തണുപ്പുള്ളൂ. നമ്മുടെ അവിടുത്തെ മഞ്ഞുകാലത്ത് ഒരു തണുപ്പുണ്ടാവില്ലേ, ആ തണുപ്പുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ തലമുടി കഴുകി ഇതേ കുളിച്ച് ഇറങ്ങിയിട്ട് ഉണങ്ങിയിട്ടില്ല മുടി. അതുകൊണ്ട് എന്റെ മുടി ഇങ്ങനെ ഇരിക്കണത്. സൺകിസ്റ്റ് ഇവിടെ 5 മണി 5:30 അല്ല 6 മണിയായി. 6 മണിക്ക് സൺകിസ്റ്റ് എടുക്കുന്ന ഒരാളൊക്കെ 6 മണിയായി. ഇതിനൊന്ന് പൊക്കൂടെ സൂര്യന്? അയ്യോ, രാവിലെ നേരത്തെ വരില്ല കേട്ടോ. രാവിലെ 8 മണി 8:30 ആവും സൂര്യ ഉദിക്കാൻ. നമ്മുടെ അവിടെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ? എനിക്കറിയില്ല, ഞാൻ രാവിലെ ഒന്നും കാണാറില്ല. ഇല്ല, നമ്മുടെ അവിടെ 6 മണി 6:30 ഉദിക്കുമല്ലേ. നൈറ്റ് ഷിഫ്റ്റ് ചെയ്യണോണ്ടേ എങ്ങനെയാണെന്നൊരു പിടിയില്ല. അങ്ങനെ ഞാൻ ബസ്സൊന്നും നോക്കണം, പോണം. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, ബൈ. അങ്ങനെ ലിഡിലെത്തി ഗൈസ്. മേലിലുള്ള ലിഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കാൻ പറയണത്. ലിഡിലേക്ക് കുറച്ച് നടക്കാറുണ്ട്. ഞാനപ്പോൾ ആ വഴി നടക്കുന്നു. അലീന ഇവിടെ എവിടെയോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ബോധത്തിനെ കണ്ടുപിടിക്കണം. അയ്യോ, എവിടെ അവള് ഏതോ പോസ്റ്റിന്റെ മുകളിലാ. എന്തിനെങ്ങാണ്ട് മുകളിൽ ഇരിക്കണ്ടെന്ന് പറയണ്ടായിരുന്നു. അയ്യോ, എന്തിന്റെ മുകളിൽ ഇരിക്കണമെന്ന് പറഞ്ഞു, മറന്നുപോയി ഞാൻ എന്തിന്റെ മുകളിലാണ് ഇരിക്കണേന്ന്. നോക്കണം എന്തിന്റെ മുകളിലാണ് ഇരിക്കണേന്ന്. എനിക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ വന്നിട്ട് വയ്യ. ഇന്നലെ കഴിച്ചു, ഒരു പിസ്സ കഴിച്ചു. എൻ്റെ അമ്മ എന്തിനു ഞാൻ കഴിച്ചെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത്രയും ശോകമായിരുന്നു ആ പിസ്സ. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. ഇന്ന് രാവിലെ എനിക്ക് വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ. ആ പിസ്സയുടെ ടേസ്റ്റ് പോവാത്തോണ്ട് പട്ടി ശോകമായിരുന്നു ആ പിസ്സ. അലീനെ കാണാനില്ല. ഞാൻ ലിഡിലിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഇവളിത് അവിടെ പോയി കിടക്കുകയാണോ? അലീന അലീന വേറെ സലീന. ഇവിടെ മലീന എന്നൊച്ചത് വിളിച്ച് അവിടെ കേൾക്കുമെന്നാവോ? ആരും എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ ആളുടെ അടുത്ത് ഭയങ്കര ക്യൂട്ടായിട്ടൊരു പട്ടി. ഐ ഡോണ്ട് നോ. അലീനെ കാണാനില്ലേ ഗൈസ്? ഞാൻ കട്ട് ചെയ്തിട്ട് അവളെ വിളിച്ച് നോക്കട്ടെ. ഓക്കെ, ബൈ. അങ്ങനെ അലീനെ കണ്ടുപിടിച്ചു ഗൈസ്. അവൾ പുഴ കാണാൻ പോയിരിക്കുന്നു. വീട്ടിൽ നിന്ന് വിളിച്ചോണ്ടാണ് കോൾ എടുത്തിട്ട് കിട്ടാഞ്ഞത്. ഞങ്ങളങ്ങനെ ലിഡിൽ കയറി. ഗൈസ്, ചിക്കൻ കിട്ടി ഗൈസ്, ചിക്കൻ കിട്ടി. ചിക്കൻ വാങ്ങി ഗൈസ്. ഇനി എന്തെങ്കിലുമൊക്കെ വാങ്ങണം. വല്ല ലൈസാ എന്തെങ്കിലുമൊക്കെ. വാഴക്കൊരു രുചിയില്ലാണ്ടായി ഇവിടെ വന്നേ പിന്നെ. അയ്യോ, എന്തെങ്കിലുമൊക്കെ തിന്നണം. വിശന്നിട്ട് കണ്ണണം വയ്യ. അത് വേറെ കാര്യം. കാർട്ട് നിറഞ്ഞു ഗൈസ്. ഇത്തിരി വലിയ പർച്ചേസ് ആയി പോയോ എന്നൊരു സംശയം. വേണ്ടിയിരുന്നു, നിറഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും വേണ്ടിയിരുന്നു. ഇനിയിപ്പോൾ ഒന്നും വാങ്ങാനില്ലെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഒരു ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് പോകണം. ഓക്കെ, ബൈ ഗൈസ്.
ഐസ്ക്രീം നോക്കട്ടെ. ബൈ. ഐസ്ക്രീം വാങ്ങി ഗൈസ്. സാധനങ്ങളൊക്കെ വാങ്ങി പോവുകയാണ്. കണ്ട ഒരു കളർ സാധനം. ഓക്കെ ബൈ ഗൈസ്. ഐസ്ക്രീം വാങ്ങി തിന്നാം. അവൾ വേസ്റ്റ് ബാസ്കറ്റിലിടാൻ പോവാം. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ നിലത്തൊന്നും ഇടാൻ. ഇത് ഞാൻ പുതിയ കോട്ടാണ് വാങ്ങിയത്. ജെയിംസ് ബോണ്ടിന്റെ കോട്ട്. പുതിയ കോട്ട് വാങ്ങി ഗൈസ്. കാരണം ഇനി ഇവിടെ കഠിനമായ തണുപ്പ് വരാൻ പോകുന്നുണ്ട്. എന്റെ വാല് പറയുന്നൊക്കെ തെറ്റുന്നു. കൈ പിടിക്കാൻ പറ്റില്ലാത്തോണ്ടാ. അതെ, പട്ടിഷോ അല്ല ഗൈസ്. അല്ല, എനിക്കിപ്പോ വ്ളോഗിലൊരാൾ കാണുക. ഓയ് സോറ് കൊടുക്കൂലേട്ടാ. ഞാൻ പറയുന്നത് ഒറ്റയ്ക്കുന്ന രസത്തിൽ സീന. അതുകൊണ്ട് വ്ളോഗിൽ വരുന്നില്ല ഗൈസ്. അത് കേട്ടിട്ടുണ്ടാവും. എനിക്ക് കഴിഞ്ഞു ഓടി വന്നിട്ട് കൊള്ളാം. ഓക്കെ ഗൈസ്, ഇതൊക്കെ തിന്ന് ഞാൻ വീട്ടിൽ പോവാം. ബൈ ബൈ ഗൈസ്. ഗ്രോസറി ഇതൊക്കെ വീഡിയോയിൽ വരുപടി. ഞാൻ ടൂ ഇട്ടേക്കാന്നു. അങ്ങനെ ഗൈസ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. തിരിച്ച് വീട്ടിലെത്തി. ഇനി ഒന്നുമില്ല ഗൈസ്. ഇനിയിപ്പോ ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. ഇനി അപ്പോ നാളത്തെ വീഡിയോ ഇട്ട് വരാം. ബൈ ബൈ ഗൈസ്. പട്ടിഷോ ബൈ. നാട്ടിലെ ആൾക്കാരാണ് 20 പേരൊക്കെ കാണുന്നുണ്ട് എന്റെ വ്ളോഗ്. ഐ ആം സോ ഹാപ്പി. കാണുന്നവര് കണ്ടോണ്ടേ ഇരിക്കുക. ശത്രുക്കളോ? എന്റെ വീട്ടുകാര് പിന്നെ കാണുന്നത് അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സ് കാണുന്നുണ്ട്. അവരൊക്കെ എന്നിട്ട് അമ്മയുടെ അടുത്ത് ചോദിച്ചത് എന്ത് പറ്റിയെന്നൊക്കെ എനിക്ക്. ഗൈസ് എനിക്കൊന്നും പറ്റിയിട്ടില്ല. മൂഡ് സ്വിങ്സ് ആണ്. ഇപ്പൊ എന്റെ ഓക്കെയാണ്. ഞാൻ ഹാപ്പിയാണ്. ഇനി ആരും എന്ത് പറ്റിയെന്ന് ചോദിച്ചു വരരുത്. അയ്യോ, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വേറെ ഷെഡ്യൂളാണ്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കാണുന്നില്ല. അത്രേ ഉള്ളൂ. ഞാൻ ചത്തട്ടില്ല, ജീവനോടെ ഉണ്ട്. ബൈ ഗൈസ്. ഇനി വീഡിയോ ഇടും, കാണുക. ബൈ ബൈ.